കൊല്ലം DCC ഓഫീസിൽ പരസ്യ മദ്യപാനം. DCC ഓഫീസിൽ സംഘം ചേർന്നിരുന്ന് മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന്. കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയാണ് ദൃശ്യങ്ങൾ ലഭിച്ച വിവരങ്ങൾ? ഇത് ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഇത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് ചില കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് നമുക്ക് ഈ ചിത്രങ്ങൾ നൽകിയത് എന്ന് നമുക്ക് ആദ്യം തന്നെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇതില് സോഴ്സ് നമ്മൾ വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഇതെങ്ങനെ പറഞ്ഞേ മതിയാവൂ എന്നുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ചിത്രം നമ്മൾ പുറത്തുവിടുന്നത്. ഇത് കൊല്ലം അതായത് പരസ്യമായി മദ്യനിരോധന നയം നടപ്പിലാക്കുമെന്ന് ഒരു ഭാഗത്ത് കോൺഗ്രസും UDF-ഉം VM സുധീരനും ഒക്കെ വലിയ തോതിലുള്ള ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമ്പോഴാണ് കൊല്ലം DCC ഓഫീസിലെ കോൺഗ്രസ് പ്രവർത്തകർ, അതും ജവഹർലാൽ മുൻ പ്രധാനമന്ത്രി ആദരണീയനായ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെയും അതുപോലെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള R ശങ്കറിന്റെയും ചിത്രങ്ങൾക്ക് മുമ്പിൽ വെച്ച് ആ ചിത്രങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ മദ്യപാനം നടക്കുന്നത്. രണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ആ സമയത്ത് ഉണ്ടായിരുന്നത്. കൊല്ലം DCC ഓഫീസിലെ കോൺഫറൻസ് ഹാളിലാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്കറിയാം, മദ്യക്കുപ്പിയും അവിടെ കാണാം, ഗ്ലാസ് ഉണ്ട്, വെള്ളമുണ്ട്, ഇവർ ഒഴിച്ച് കുടിക്കുന്നതുമുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്ത് കോൺഗ്രസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പുറത്ത് വലിയ തോതിലുള്ള ഈ ഉപവാസങ്ങളും ഇടതുപക്ഷ മദ്യനയത്തെ പരസ്യമായി എതിർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, കോൺഗ്രസിന്റെ ജില്ലയിലെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസ് കൂടിയാണ് കൊല്ലം ജില്ലയിലെ കോൺഗ്രസിന്റെ ഓഫീസ്. അതിന്റെ ഒരു ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ്. അങ്ങനെ ഒരു ഓഫീസിനുള്ളിലാണ് ഈ സംഭവം നടക്കുന്നു എന്നുള്ളതിനാണ് കോൺഗ്രസിന്റെ മദ്യനയത്തിന്റെ പൊള്ളത്തരം ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം DCC ഓഫീസിൽ പരസ്യ മദ്യപാനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിക്കെതിരെയുള്ള 2 കേസുകൾ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. സോളാർ കേസ്, പൂഴ്ത്തിയ കേസ്, ജേക്കബ് തോമസിന് നൽകിയ വിവാദ കത്ത് കേസ് എന്നിവയാണ് കോടതി വാദം കേൾക്കുന്നത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി, ആര്യാടൻ മുഹമ്മദ് എന്നിവരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന പൊതുപ്രവർത്തകനായ പായിച്ചിറ നവാസ് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതി വിജിലൻസ് മേധാവിയായിരുന്ന ശങ്കർ റെഡ്ഡി പൂഴ്ത്തിയെന്നതാണ് കേസ്. കണ്ണൂരിൽ ഇന്ന് സർവകക്ഷി സമാധാന യോഗം മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ചേരും. KK ശൈലജ, AK ബാലൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരുടെ സാന്നിധ്യത്തിൽ 11 മണിക്കാണ് യോഗം ചേരുക. വിവരങ്ങളുമായി ജോഷ്ല ചേർന്നുണ്ട്. ജോഷ്ല, വിശദാംശങ്ങൾ. സൗമ്യ, ഇന്ന് 11 മണിയോടുകൂടിയാണ് സർവകക്ഷി സമാധാന യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. കണ്ണൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് സമാധാന യോഗം നടക്കുക. മന്ത്രി KK ശൈലജ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ബാലൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും യോഗം ചേരുക. ഒരാഴ്ച മുൻപ് സർവകക്ഷി സമാധാന യോഗം കണ്ണൂരിൽ വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിൽ എടുത്ത പല തീരുമാനങ്ങളുടെയും ഒരു ഭാഗം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ യോഗം വിളിച്ചു ചേർക്കുന്നത്. മാത്രമല്ല, കണ്ണൂരിൽ ഇന്ന് നടക്കുന്ന യോഗത്തിൽ എല്ലാ ജനപ്രതിനിധികളും പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇന്ന് കണ്ണൂരിൽ നടക്കുന്ന സമാധാന യോഗത്തിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ സർവകക്ഷി സമാധാന യോഗത്തിന് ശേഷം CPIM പ്രവർത്തകരുടെ വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി. വീണ്ടും പ്രകോപനപരമായ അന്തരീക്ഷം RSS സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് സർവകക്ഷി സമാധാന യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇത് കണ്ണൂരിലെ ശാശ്വത സമാധാനം ലക്ഷ്യമിട്ടുകൊണ്ട് നടക്കുന്ന ഈ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ടിക്കറ്റ് വിൽപ്പന നടത്തിയ ഇനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സർക്കാരിന് നൽകേണ്ട 2.5 കോടിയോളം രൂപ UDF സർക്കാരിന്റെ കാലത്ത് എഴുതിത്തള്ളി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചേർന്ന യോഗത്തിലാണ് നിയമ നടപടികൾ എടുക്കാതെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ബാധ്യതകൾ സർക്കാർ എഴുതിത്തള്ളിയത്. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 7ാം സീസണിന്റെ ലോജിസ്റ്റിക് പാർട്ണറായിരുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സർക്കാരുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ സമ്മാന കൂപ്പൺ വിൽപ്പനയും രജിസ്ട്രേഷൻ നടപടികളിലുമാണ് ഏറ്റെടുത്ത് നടത്തിയത്. ടിക്കറ്റ് വിൽപ്പന നടത്തി 13.5 കോടി രൂപ GKSFന് നൽകേണ്ട സ്ഥാനത്ത് 11 കോടി രൂപ മാത്രമാണ് 2 തവണയായി അടച്ചത്. കരാർ അനുസരിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം അന്നത്തെ ടൂറിസം മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 18 ചേർന്ന യോഗത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കാനുള്ള 2.5 കോടി രൂപ എഴുതിത്തള്ളിയത്. ഇതിനു പുറമെ അച്ചടി ചിലവായി 85 ലക്ഷം രൂപ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സർക്കാരിലേക്ക് അടക്കാനും പരസ്യ ചിലവിനത്തിൽ 10 ലക്ഷം രൂപയും ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിന്റെ ചിലവായി 21 ലക്ഷം രൂപയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് GKSF നൽകാനും യോഗത്തിൽ തീരുമാനിച്ചു. കോടതി നടപടികൾ മൂലം 7ാം സീസൺ തുടങ്ങാൻ 18 ദിവസം വൈകിയതിനാൽ നഷ്ടമുണ്ടായെന്ന ഏകോപന സമിതിയുടെ വാദവും 9ാം സീസൺ വിജയിപ്പിക്കുന്നതിന് ഏകോപന സമിതി പ്രവർത്തിച്ചതും പരിഗണിച്ചാണ് ഇളവ് നൽകുന്നതെന്നാണ് യോഗത്തിന്റെ മിനിറ്റ്സിൽ പറയുന്നത്.
എന്നാൽ കോടതി നടപടികൾ പൂർത്തിയായ ശേഷം ഡിസംബർ 18-നാണ് കരാർ ഒപ്പിട്ടതെന്നാണ് വസ്തുത. ഇതിനു പുറമെ 18 ദിവസം 7ാം സീസണിൽ നീട്ടി നൽകുകയും ചെയ്തിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെയാണ് കഴിഞ്ഞ UDF സർക്കാരിന്റെ അവസാന കാലത്ത് സംസ്ഥാന സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കി വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് അനുകൂലമായ തീരുമാനമെടുത്തത്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊല്ലത്ത് പാർട്ടി നയങ്ങളും തത്വങ്ങളും കൊടിക്കുന്നിൽ സുരേഷ് അട്ടിമറിക്കുന്നുവെന്ന് ഇപ്പോഴും DCC പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും ഒഴിവാക്കപ്പെടാത്ത എഴുകോൺ സതീശീലൻ. തട്ടിക്കൂട്ട് പരിപാടികൾ കൊണ്ട് കോൺഗ്രസിനെ രക്ഷിക്കാനാവില്ലെന്നും പാർട്ടി ഘടകങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയാണ് താൽക്കാലിക DCC പ്രസിഡന്റിന്റെ പോക്കെന്നും തകർന്ന പാർട്ടിയുടെ അടിത്തട്ട് ശക്തിപ്പെടുത്താൻ കൊടിക്കുന്നിലാവുന്നില്ലെന്നും സതീശീലൻ മുന്നറിയിപ്പ് നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ജില്ലയിൽ കോൺഗ്രസിന്റെ അടിത്തട്ട് തകർന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് കഴിഞ്ഞ ദിവസം കൊല്ലം കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ശുഷ്കമായ പങ്കാളിത്തത്തെ ജില്ലയിലെ സതീശീലൻ ഉൾപ്പെടെയുള്ള A ഗ്രൂപ്പ് നേതാക്കൾ തെളിവായി ചൂണ്ടിക്കാട്ടുന്നത്. KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്ത പ്രതിഷേധ മാർച്ചിൽ 100-ൽ താഴെ മാത്രമാണ് പങ്കെടുത്തത്. പാർട്ടി നയമോ തത്വങ്ങളോ നോക്കാതെ DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഒപ്പിക്കൽ പരിപാടി നടത്തി കോൺഗ്രസിനെ സർവനാശത്തിലേക്ക് തള്ളിവിടുന്നതായി എഴുകോൺ സതീശീലൻ തുറന്നടിച്ചു. പാർട്ടി തത്വങ്ങളും ലക്ഷ്യങ്ങളും മറികടന്ന് എവിടെങ്കിലും ഒരു വിഷയം പൊക്കിപ്പിടിച്ച് മുന്നോട്ട് ഓടുകയാണ് ഇപ്പോൾ ഇരിക്കുന്ന പാർട്ടിയുടെ ജില്ലയിലെ നേതൃത്വത്തിൻ്റെ പോക്ക്. അത് അപകടകരമായ കാര്യമാണ്. പാർട്ടിയുടെ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് പാർട്ടിയുടെ ബന്ധപ്പെട്ട ഘടകങ്ങളുമായി ആലോചിച്ച് പ്രശ്നങ്ങൾ തീരുമാനിച്ചു പോയില്ലെങ്കിൽ ഇത് നിലനിൽപ്പിൽ അത് ആ അടിത്തറ ഉറപ്പിച്ചു കൊണ്ടുപോകാൻ ഇപ്പോഴിരിക്കുന്ന നേതൃത്വത്തിന് കഴിയില്ല. കോൺഗ്രസിനെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ കൊടിക്കുന്നിൽ സുരേഷിനോ ഏതാനും കൂട്ടാളികൾക്കോ കഴിയുന്നില്ലെന്നും ഇച്ഛാശക്തിയും നേതൃപാഠവുമുള്ള നേതാവിനെയാണ് ജില്ലയുടെ ചുമതല ഏൽപ്പിക്കേണ്ടതെന്നും എഴുകോൺ സതീശീലൻ വ്യക്തമാക്കി. പരിപാടികൾ കൊണ്ട് കോൺഗ്രസിനെ രക്ഷിക്കാനാവില്ലെന്നും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ മൂലം പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ നിരാശയിലാണെന്നും കൊടിക്കുന്നിൽ വിരുദ്ധ AI ഗ്രൂപ്പുകൾ പറയുന്നു. മാത്രമല്ല VM സുധീരൻ ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നത് ആശ്വാസ്യമല്ലെന്നും നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരുവനന്തപുരം ആര്യനാട് ഗവൺമെന്റ് ITI തെരഞ്ഞെടുപ്പിൽ KSU ABVP സഖ്യം. SFI നേതൃത്വത്തിലുള്ള മുന്നണിയെ തോൽപ്പിക്കാനായാണ് KSUവും ABVPയും പരസ്യ സഖ്യമുണ്ടാക്കിയത്. ഇരുകൂട്ടരും ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണവും നടത്തുന്നത്. ഇന്നാണ് ITI യൂണിയൻ തെരഞ്ഞെടുപ്പ്. ആര്യനാട് ഗവൺമെന്റ് ITIയിലെ ആകെയുള്ള 6 സീറ്റുകളിൽ ABVPയും KSUവും തുല്യമായി പങ്കിട്ടെടുത്താണ് മത്സരിക്കുന്നത്. ചെയർമാൻ സ്ഥാനം ABVPക്കാണ്. ചെയർമാൻ സ്ഥാനം വിട്ടുകൊടുക്കുന്നതിനെ ഒരു വിഭാഗം KSU പ്രവർത്തകർ എതിർത്തെങ്കിലും നേതാക്കൾ അനുനയിപ്പിക്കുകയായിരുന്നു. മാഗസിൻ എഡിറ്റർ, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളും ABVPക്ക് വിട്ടു നൽകി. ആർട്സ്, സ്പോർട്സ് കൗൺസിലർ സ്ഥാനങ്ങളിലേക്കാണ് KSU മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണവും പ്രകടനവുമെല്ലാം ഇരുകൂട്ടരും ഒരുമിച്ചാണ്. സ്ഥാനാർത്ഥികളുടെ ചിത്രം വെച്ച് ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചു. അതേസമയം കഴിഞ്ഞ വർഷം വരെ തെരഞ്ഞെടുപ്പിൽ ഇവർ നടത്തിയ രഹസ്യധാരണയാണ് ഇപ്പോൾ മറനീക്കി പുറത്തുവന്നതെന്ന് SFI AISF സഖ്യം ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലം കളക്ടറേറ്റ് ബോംബ് സ്ഫോടനത്തിന്റെ അന്വേഷണ ചുമതല കൊല്ലം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് കൈമാറി. അതേസമയം കൊല്ലം സ്ഫോടനത്തിൽ ഉപയോഗിച്ച ടൈമർ സെക്കന്ദരാബാദിലെ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് വാങ്ങിയതെന്ന് കണ്ടെത്തി. കേരളത്തിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന തീവ്രവാദ കേസുകളിലെ പ്രതികളെ കാണാനെത്തിയവരുടെ വിശദാംശങ്ങൾ കൊല്ലം പോലീസ് ശേഖരിച്ചു. മലപ്പുറം സ്ഫോടനത്തിന്റെ അവകാശവാദം ഉന്നയിച്ച് ബേസ് മൂവ്മെന്റ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഒരു തുമ്പും ഇല്ലാതെയായിരുന്നു കൊല്ലത്തെ അന്വേഷണ സംഘം അല്ലുമ്പയിൽ നിന്ന് വേർപെട്ട ബേസ് മൂവ്മെന്റിലേക്ക് സംശയം മുനവെച്ച് അന്വേഷിച്ചത്. മാത്രമല്ല, സ്ഫോടനത്തിന് ഉപയോഗിച്ച ടൈമർ മഹാരാഷ്ട്രയിൽ നിർമ്മിച്ചതാണെന്നും വാങ്ങിയത് സെക്കന്ദരാബാദിലെ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ നിന്നാണെന്നും കണ്ടെത്തിയിരുന്നു. ടൈമറിന്റെ സീരിയൽ നമ്പറിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള നമ്പറിൽപ്പെട്ട 2 ടൈമറുകൾ ഇതേ സ്ഥാപനത്തിൽ നിന്ന് പോലീസിന് ലഭിച്ചു. തമിഴ്നാട് Q ബ്രാഞ്ചിന്റെ സഹകരണത്തോടെ തമിഴ്നാട്ടിലും കൊല്ലം പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. കൊല്ലം കളക്ടറേറ്റ് സ്ഫോടനത്തിനും പൊട്ടാസ്യം നൈട്രേറ്റ് ഉപയോഗിച്ചതായി ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. കൊല്ലം മലപ്പുറം സ്ഫോടനങ്ങൾക്ക് സമാനത ഉള്ളതിനാൽ ഇന്ന് കൊല്ലം പോലീസ് സംഘം മലപ്പുറത്തേക്ക് പോകും. ഒന്നിലധികം സ്ഫോടനങ്ങൾക്ക് ഒരേ ഇനം ടൈമർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും ഒരേ സ്ഥാപനത്തിൽ നിന്നാണോ ഇവ വാങ്ങിയതെന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം. സുപ്രധാന വിവരങ്ങളാണ് കൊല്ലം പോലീസ് മലപ്പുറം പോലീസിന് കൈമാറിയത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. 21ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. ഡെലിഗേറ്റുകൾക്ക് 500 രൂപയും വിദ്യാർത്ഥികൾക്ക് 300 രൂപയുമാണ് ഫീസ്. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പാസ് നൽകുകയുള്ളൂവെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ വ്യക്തമാക്കി. ഡിസംബർ 9 മുതൽ 16 വരെയായി തലസ്ഥാനത്ത് നടക്കുന്ന 21ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഡെലിഗേറ്റുകൾക്ക് 500 രൂപയും വിദ്യാർത്ഥികൾക്ക് 300 രൂപയുമാണ് പാസ് നിരക്ക്. നവംബർ 25-ന് രജിസ്ട്രേഷൻ സമാപിക്കും.
പാസുകൾ ശേഷിക്കുന്നുണ്ടെങ്കിൽ 26-ന് 700 രൂപ നിരക്കിൽ പാസുകൾ വീണ്ടും രജിസ്റ്റർ ചെയ്യാം. വിദ്യാർത്ഥികൾക്ക് കർശനമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പാസ് അനുവദിക്കൂ എന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ പറഞ്ഞു. അനർഹരായിട്ട് ഒരുപാട് പേര് വിദ്യാർത്ഥികളുടെ ഇത് ഉപയോഗപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന് ഇത്തവണ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വിദ്യാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു ID പ്രൂഫ് അവർ പഠിക്കുന്ന ഏത് വിദ്യാലയമാണെന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് കൃത്യമായി കിട്ടുകയും അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ രജിസ്ട്രേഷൻ സ്വീകരിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ പണം അടക്കാനായിട്ട് നമ്മൾ അനുവദിക്കുന്നുള്ളൂ. ഇത്തവണ ട്രാൻസ്ജെൻഡറുകൾക്ക് അപേക്ഷാ ഫോമിൽ പ്രത്യേക കോളം ചേർത്തിട്ടുണ്ട്. ഇവർക്കായി തിയേറ്ററുകളിൽ പ്രത്യേക വാഷ്റൂമും ഒരുക്കും. സിനിമ, TV പ്രവർത്തകർക്ക് പ്രത്യേക പാസ് നൽകും. 13,000 പാസുകളാണ് ഇത്തവണ വിതരണം ചെയ്യുന്നത്. 21ാമത് IFFKയുടെ പ്രമേയം കുടിയേറ്റമാണ്. ടാഗോർ തിയേറ്ററാണ് ഇത്തവണയും പ്രധാന വേദി. നിശാഗന്ധി ഉൾപ്പെടെ 13 തിയേറ്ററുകളാണ് ചലച്ചിത്രമേളയിൽ ഉണ്ടാവുക. മത്സര വിഭാഗത്തിലെ 14 ചിത്രങ്ങൾ ഉൾപ്പെടെ 180ഓളം ചിത്രങ്ങളാണ് മേളയിൽ അഭ്രപാളിയിലെത്തുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്തെ വാർത്തകൾ മാധ്യമങ്ങൾക്ക് നൽകുന്നതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വകാര്യ പരസ്യ ഏജൻസിയെ ഏൽപ്പിക്കുന്നു. കാലങ്ങളായി സംസ്ഥാന സർക്കാരിന് കീഴിലെ പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് വാർത്തകൾ നൽകിയിരുന്നത്. ഇത് ഒഴിവാക്കിയാണ് ദേവസ്വം ബോർഡ് UDF നേതൃത്വവുമായി വളരെ അടുപ്പമുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ള പരസ്യ ഏജൻസിക്ക് കരാർ നൽകാൻ തയ്യാറാകുന്നത്. കാലങ്ങളായി PRD ആണ് ശബരിമലയിലെ വാർത്തകളും പരിപാടികളും മാധ്യമങ്ങൾക്ക് നൽകി വന്നിരുന്നത്. എന്നാൽ PRD പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയരുന്നില്ലെന്ന് പറഞ്ഞാണ് അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ശബരിമല മണ്ഡല മകരവിളക്ക് ആഘോഷത്തിന്റെ വാർത്തകൾ നൽകാനുള്ള ചുമതല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. എന്നാൽ ദേവസ്വം ബോർഡിനെ പുകഴ്ത്തി വാർത്തകൾ മാധ്യമങ്ങൾക്ക് നൽകുന്നതിൽ PRD വീഴ്ച വരുത്തുന്നു എന്നതാണ് ദേവസ്വം ബോർഡിന്റെ മെമ്പർമാർ സ്വകാര്യമായി സമ്മതിക്കുന്നതും. തീർത്ഥാടന കാലത്ത് 3 ലക്ഷത്തോളം രൂപയാണ് സർക്കാർ PRDക്ക് നൽകി വരുന്നത്. ഇതിൽ കുറഞ്ഞ തുകയ്ക്ക് സ്വകാര്യ കമ്പനി വാർത്തകൾ നൽകുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നതും. കഴിഞ്ഞ 2 വർഷമായി തിരുവനന്തപുരത്ത് നിന്നുമുള്ള ഈ പരസ്യ കമ്പനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. കമ്പനിക്ക് UDF നേതൃത്വവുമായി അടുത്ത ബന്ധമാണുള്ളതെന്നും അതിനാൽ ഈ കമ്പനിക്ക് തന്നെ തീർത്ഥാടന കാലത്ത് ആഘോഷത്തിന്റെ വാർത്തകൾ നൽകാനുള്ള ചുമതല നൽകാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നീങ്ങുന്നതെന്നുമാണ് സൂചന. എന്നാൽ ദേവസ്വം ബോർഡിന്റെ ഈ തീരുമാനത്തോട് സർക്കാരിന് തീരെ തൃപ്തിയില്ലതാനും. നേരത്തെ എറണാകുളത്ത് വെച്ച് നടന്ന സർക്കാർ പരിപാടിയുടെ വാർത്ത മാധ്യമങ്ങൾക്ക് നൽകിയതിൽ വലിയ വീഴ്ച വരുത്തിയിട്ടുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഈ പരസ്യ കമ്പനി. ഈ വീഴ്ചയിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സാങ്കേതിക കാർഷിക സങ്കേതത്തിന്റെ നൂതന ആശയവും കൃഷിരീതിയും സാധാരണക്കാരന് സാധ്യമാക്കാൻ കൃഷിവകുപ്പ് ഒരുക്കിയ അഗ്രിടെക് 2016 ശ്രദ്ധേയമാകുന്നു. ഇടുക്കി തൊടുപുഴയിലാണ് കൃഷിവകുപ്പിന്റെ മേള അരങ്ങേറുന്നത്. കർഷകർക്ക് കാർഷിക മേഖലയിലെ നൂതന മാറ്റങ്ങളും പുതിയ കൃഷിരീതികളും പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം പുതിയ വിളകളുടെയും വിത്തുകളും ആധുനിക കൃഷി ഉപകരണങ്ങളും വാങ്ങാൻ അവസരമൊരുക്കുകയാണ് തൊടുപുഴയിൽ അഗ്രിടെക് 2016 എന്ന പേരിൽ സംസ്ഥാന കൃഷി വകുപ്പ് മേള സംഘടിപ്പിച്ചത്. കാർഷിക മേഖലയിലെ വിദഗ്ധരെ കൂടാതെ വർഷങ്ങളായി സ്വന്തം അനുഭവ പാടവത്തിലൂടെ കൃഷിരംഗത്ത് വിജയം കൈവരിച്ചവരുമായി നവകർഷകർക്ക് സംവാദത്തിൽ ഏർപ്പെടാനും മേളയിൽ സൗകര്യമൊരുക്കി. പുതുതലമുറയുടെ പുത്തൻ ആശയങ്ങളെ കൃഷിയുമായി ബന്ധിപ്പിക്കാനും മേളയ്ക്കാകുന്നുണ്ട്. എല്ലാ സാങ്കേതിക വിദ്യകളെയും ഒരു കുടക്കീഴിൽ എത്തിച്ച് കർഷകർക്ക് കാണാനും അത് മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും വേണ്ടിയാണ് ഈ സംരംഭത്തിന്റെ ഉദ്ദേശം. കൃഷി പരിശീലനം, പ്രദർശനം, ലഘുചിത്രങ്ങൾ എന്നിവയ്ക്ക് പുറമെ മൃഗസംരക്ഷണവും പരിപാലനവും മത്സ്യകൃഷിയുടെ ബാലപാഠങ്ങളും മേളയിൽ പങ്കെടുക്കുന്നവർക്ക് സ്വായത്തമാക്കാം. മേളയോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം കേരള പച്ചക്കറി വികസന പദ്ധതി പ്രകാരം മികച്ച കർഷകരായി തിരഞ്ഞെടുത്തവർക്കുള്ള അവാർഡ് കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുഖ്യമന്ത്രിയായ ശേഷം നാടാകെ കാസർഗോഡ് ജില്ലയിലെത്തിയ പിണറായി വിജയന് നാടിന്റെ ഊഷ്മള വരവേൽപ്പ്. ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ LDFന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കാസർഗോഡ് ജില്ലയിലേക്ക് സ്വീകരിച്ചു. മുഖ്യമന്ത്രി പങ്കെടുത്ത പൊതുപരിപാടികളിലെ വൻ ജനപങ്കാളിത്തം ശ്രദ്ധേയമായി. ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും LDF സർക്കാർ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ചുമതലയേറ്റ ശേഷം ഇദംപ്രഥമമായി കാസർഗോഡ് ജില്ലയിലെത്തിയ പിണറായി വിജയനെ ജില്ലാതിർത്തിയായ കാലിക്കടവിൽ LDF നേതൃത്വത്തിൽ ജനങ്ങൾ വരവേറ്റു. തുടർന്ന് തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്താണ് മുഖ്യമന്ത്രി സ്വീകരണ വേദിയിലെത്തിയത്. CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രന്റെയും P കരുണാകരൻ MPയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. വൻ ജനപങ്കാളിത്തമാണ് സ്വീകരണത്തിൽ ദൃശ്യമായത്.
LDF ജില്ലാ നേതാക്കൾ മുഖ്യമന്ത്രിയെ ഷാൾ അണിയിച്ചു സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ മുഴുവൻ വാഗ്ദാനങ്ങളും LDF സർക്കാർ സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരണത്തിനുള്ള മറുപടി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ P. കരുണാകരൻ MP അധ്യക്ഷനായിരുന്നു. മുൻ MLA K. കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. കാലിക്കടവിലെ LDF സ്വീകരണത്തിന് ശേഷം പെരിയയിലെ മഹാത്മാ ബഡ് സ്കൂൾ കെട്ടിടം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന K. മാധവന്റെ കാഞ്ഞങ്ങാട്ടെ വസതിയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ കാസർഗോഡ് ജില്ലയിലെ പര്യടനം പിണറായി വിജയൻ പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊല്ലം DCC ഓഫീസിൽ പരസ്യ മദ്യപാനം. DCC ഓഫീസിൽ സംഘം ചേർന്നിരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ പുറത്തുവിട്ടു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന്റെ പശ്ചാത്തലത്തിൽ DCC മേധാവികൾ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? രാജ്കുമാറിലേക്ക് വരാം. കൊല്ലം DCC ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പരസ്യ മദ്യപാനം നടന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. DCC ഓഫീസിൽ പരസ്യ മദ്യപാനം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ടിരിക്കുന്നത്. സംഘം ചേർന്നിരുന്ന് മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചില കോൺഗ്രസ് അംഗങ്ങൾ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് നമുക്ക് നൽകിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്കുമാർ ചേർന്നുണ്ട് വിവരങ്ങളുമായി. രാജ്കുമാർ, ഈ വിഷയം ഇപ്പോൾ പ്രത്യേകിച്ച് പീപ്പിൾ TV വിഷയം പുറത്തുവിട്ടതിനോടുകൂടി ഈ വിഷയം എങ്ങനെയാണ് ഇപ്പോൾ അത് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ ആരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. രാവിലെ കോൺഗ്രസിന്റെ ചില പരിപാടികൾ നടക്കുന്നതുകൊണ്ട് അതിന്റെ തിരക്കിലാണെന്നുള്ള മറുപടി പറഞ്ഞാണ് പലരും ഈ ഫോൺ കോൾ കട്ട് ചെയ്യുന്നത്. ഇത് വാർത്ത ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സജീവ ചർച്ചയായിട്ടുണ്ട്. പല നേതാക്കന്മാരും വിളിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല എന്ന നിലയിലേക്കാണ് ഇത് കാണുന്നത്. അത് ചില വ്യക്തികൾ ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിന് എന്ത് രാഷ്ട്രീയമാരമെന്ന് ചില നേതാക്കന്മാർ നമ്മളോട് സ്വകാര്യമായി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. സൗമ്യ, രാജ്കുമാർ, ഇത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ആരൊക്കെയാണ് ഈ ഇത്തരത്തിൽ മദ്യപിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ടോ? കോൺഗ്രസ് ഓഫീസിൽ തന്നെ അവിടെ ഒരു സ്ഥിരതാമസം പോലെ ആക്കിയിട്ടുള്ള 2 വ്യക്തികളാണ്. അതിൽ ഒരാൾ സുരേന്ദ്രൻപിള്ള എന്നാണ് ഈ മദ്യപിക്കുന്ന ആളുടെ, മറ്റാൾ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ ആയിരുന്നു. ഇവർ രണ്ടുപേരുമാണ് മദ്യപിക്കുന്നതിന്റെ ഈ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൊല്ലം DCC ഓഫീസിലെ കോൺഫറൻസ് ഹാളിന് ഉള്ളിലാണ്. ഈ കോൺഫറൻസ് ഹാളിൽ തന്നെയാണ് ഈ ജവഹർലാൽ നെഹ്റുവിന്റെയും അതുപോലെ തന്നെ R. ശങ്കറിന്റെയും ചിത്രങ്ങൾ ഈ മദ്യക്കുപ്പി വെച്ചിരിക്കുന്നതിന്റെ തൊട്ടു മുന്നിലുണ്ട്. അവരെ സാക്ഷി നിർത്തിയാണ്, ആദരണീയരായ നേതാക്കളെ സാക്ഷി നിർത്തി തന്നെയാണ് ഇവർ ഈ മദ്യപിക്കുന്നത്. ഇത് പലപ്പോഴും ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പരസ്യമായി മദ്യപിച്ചെത്തി പകൽ സമയത്ത് തന്നെ DCC ഓഫീസിന് മുന്നിൽ ബഹളം വെച്ച നിരവധി നേതാക്കന്മാരുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് കോൺഗ്രസിന്റെ സ്ഥിരം നടക്കുന്ന കാര്യങ്ങൾ എന്ന നിലയിൽ വളരെ ഒരു സാധാരണ സംഭവമായിട്ടാണ് ഇപ്പോൾ അത് തന്നെയാണ്. ഒരുപക്ഷെ രാജ്കുമാർ, അവിടെ ആ പ്രദേശം കണ്ടാൽ അറിയാം കോൺഗ്രസ് ഓഫീസാണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ തന്നെയാണ് ആ ദൃശ്യങ്ങൾ ഉള്ളത്. അവിടെ ഇരുന്ന് മദ്യപിക്കുന്നു. അതൊരു പുതിയ കാര്യമായല്ല ആ മദ്യപാനം എന്ന് തന്നെ ആ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും. ആ വിധത്തിൽ നേരത്തെയും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചില കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും നമ്മളോട് രഹസ്യമായി സമ്മതിക്കുന്നത്. എന്നാൽ ഇതിന് നടപടി സ്വീകരിക്കേണ്ടുന്നത് VM സുധീരന്റെ അടുപ്പക്കാരനായിട്ടുള്ള VM സുധീരൻ പക്ഷത്തേക്ക് ഇപ്പോൾ കാലുമാറിയിരിക്കുന്ന കൊല്ലം DCC പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷാണ്. അദ്ദേഹം ഇതിലെന്ത് നിലപാട് സ്വീകരിക്കും, എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ചില നേതാക്കന്മാർ അദ്ദേഹത്തെ ഇപ്പോൾ ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മളോട് പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ ഇവർ തയ്യാറായിട്ടുമില്ല. രാജ്കുമാർ, അതായത് നമുക്കറിയാം നിലമ്പൂർ ഓഫീസുമായി ബന്ധപ്പെട്ട രാധ എന്ന ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട സമയത്ത് ഇത്തരത്തിൽ കോൺഗ്രസ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വലിയൊരു വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോഴും പല ഘട്ടങ്ങളിലും ഇത്തരം ഈ വിഷയങ്ങൾ കോട്ട് ചെയ്ത് പറയപ്പെടുന്നുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ സംഭവങ്ങൾ DCC ഓഫീസുകളിൽ ആവർത്തിക്കുന്നു എന്നൊരു കാര്യം കൂടി വരുന്നത്. അത് ഗൗരവതരമല്ലേ?
തീർച്ചയായും ഇത് ഒരാളുടെ മദ്യപാന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, അത് വ്യക്തിപരമാണ്. ഉറപ്പായും നമുക്ക് അത്തരം കാര്യങ്ങൾ വിമർശിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ അതൊരു നിയമലംഘനമാണെന്നോ പറയാനോ നമുക്ക് ഒരിക്കലും കഴിയില്ല. അത് ചില ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിനെ ചോദ്യം ചെയ്യാനാവൂ. പക്ഷെ ഇത് ഒരു രാജ്യത്തെ ദേശീയ പാർട്ടിയുടെ, കോൺഗ്രസ് പാർട്ടിയുടെ കൊല്ലം ജില്ലയിലെ അതിന്റെ ജില്ലാ കേന്ദ്രമാണ്, ജില്ലാ ഓഫീസാണ്. ആ ഓഫീസിലെ നിരവധി നേതാക്കന്മാർ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും മുമ്പ് മരണപ്പെട്ടു പോയവരും നിരവധി പേരുടെ ശബ്ദങ്ങൾ മുഴങ്ങിയ, അവരുടെ ആഹ്വാനങ്ങൾ മുഴങ്ങിയ, സമര പ്രഖ്യാപനങ്ങൾ മുഴങ്ങിയ ഒരു ഹാളിനുള്ളിലാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ എന്ത് സംഭവിച്ചാലും ആർക്കും യാതൊരു ഉത്തരവാദിത്തമില്ലാത്ത നിലയിലേക്ക് DCCയുടെ നേതൃത്വം വന്നു ഭവിച്ചു. ഇന്നും തന്നെ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന മറ്റൊരു വാർത്ത നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വം പരാജയമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് എ ഗ്രൂപ്പ് നേതാവ് എഴുകോൺ സതീശനിൽ തന്നെ തുറന്നടിച്ച വാർത്ത നമ്മൾ ഇന്ന് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സൗമ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ സംഭവം പോലെ തന്നെ മറ്റൊരു വിഷയം, ഇപ്പോൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മന്ത്രി ജി സുധാകരൻ അദ്ദേഹത്തിന്റെ മന്ത്രി മന്ദിരത്തിൽ അദ്ദേഹം താമസമാക്കിയപ്പോൾ 100 കണക്കിന് മദ്യകുപ്പികളാണ് അദ്ദേഹം താമസത്തിന് ചെല്ലുമ്പോൾ കാണുന്നത്. ഇത് അദ്ദേഹത്തെ വൈകാരികമായി ഒരു ചൊടിപ്പിച്ചിരുന്നു. അദ്ദേഹം തന്നെ അത് പറയുകയും ചെയ്തു. മദ്യപിക്കുന്നത് അവരുടെ ഇഷ്ടമായിരിക്കാം, പക്ഷേ മദ്യപിച്ചതിന് ശേഷം ഇത് ഇവിടുന്ന് നീക്കം ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം മന്ത്രി സുധാകരൻ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഞാൻ തിരികെ എത്താൻ രാജ്കുമാറിലേക്ക്. ശ്രീ ഭാസ്കരേന്ദ്രബാബു നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ഭാസ്കരേന്ദ്രബാബു, ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, ജവഹർലാൽ നെഹ്റുവിന്റെ ഫോട്ടോ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പിൽ നിന്നാണ് ഈ മദ്യക്കുപ്പിയോടെ കൊണ്ടുവെക്കുന്നു. അവിടെ അതിൽ വെള്ളത്തിന്റെ ഒരു കെറ്റിൽ അവിടെ ഇരിക്കുന്നു, അവിടെ നിന്ന് വെള്ളം അതിലൊഴിച്ച് മദ്യപിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിച്ചത് മദ്യപിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ഇത് DCCകളിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നു, ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നു എന്നതാണ് ഗൗരവതരമായ വിഷയം. എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് ശ്രീ ഭാസ്കരേന്ദ്രബാബു? അല്ല, നിങ്ങളുടെ ഈ പറയുന്നത് മാതിരി തന്നെ സാധാരണഗതിയിൽ മദ്യപിക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഒരാളുടെ അവകാശമാണ്. അല്ലെങ്കിൽ ഇത്രയും മദ്യമൊന്നും ചെലവാകില്ലല്ലോ. മറിച്ച് പാർട്ടി ഓഫീസുകളിൽ മദ്യപാനം സാധാരണഗതിയിൽ നമ്മുടെ രാജ്യം അത് നികൃഷ്ടമായിട്ടോ അധാർമികമായോ ആണ് വിലയിരുത്തുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം മുതൽ മദ്യ ബഹിഷ്കരണം ഒരു പ്രഖ്യാപിത നയമായി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് കോൺഗ്രസ്. അത് മാത്രമല്ല, ഇവിടെ കഴിഞ്ഞ സർക്കാർ, കോൺഗ്രസിന്റെ സർക്കാരായിരുന്നല്ലോ, അവര് മദ്യനയം വാസ്തവത്തിൽ മാറ്റുന്നു എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ മദ്യപാനാസക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്, കുറച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടി ആണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് എന്ന നിലയ്ക്ക് വലിയൊരു പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. തങ്ങൾ മദ്യത്തിനെതിരാണ് എന്ന നിലപാടെടുക്കുമ്പോൾ ആ പാർട്ടിയുടെ പ്രവർത്തകർ മദ്യത്തിനെതിരായ നിലപാടെടുക്കണം. അതിനങ്ങനെയാണല്ലോ പാർട്ടി പ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്നത്. അത് എങ്ങനെ ചെയ്യുന്നു കോൺഗ്രസ്? സത്യത്തിൽ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ അവിടുത്തെ DCC ഓഫീസിൽ നിന്ന് വരുന്നതാണെങ്കിൽ അത് ചലഞ്ച് ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വളരെ സജീവ പ്രവർത്തകർ തന്നെ ആ ഓഫീസിനെ മദ്യപിക്കാനുള്ള ഒരു സൗകര്യമാക്കി മാറ്റുന്ന അവസ്ഥ കോൺഗ്രസിന്റെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വലിയൊരു വൈജാത്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് കോൺഗ്രസ് നേതൃത്വം അവിടെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നോ ഇല്ലയോ എന്നതല്ല, ഒരു പാർട്ടി ഓഫീസ് മുറിയെ ആ നിലയ്ക്ക് ഉപയോഗിക്കാൻ അതിന്റെ പ്രവർത്തകർക്ക് കഴിയുന്ന ഒരു ധാർമ്മിക നിലവാരം മാത്രമേ കുറഞ്ഞപക്ഷം ആ DCCയിലെങ്കിലും കോൺഗ്രസ് നിലനിർത്തിയിട്ടുള്ളൂ എന്ന് വ്യക്തമാകുന്നു. അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നാലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന ഒരു ധാരണ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പൊതുവിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്, അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. അല്ല, അത് അതേ സംബന്ധിച്ച് അവർക്കതിനകത്ത് ഭയമേ ഇല്ലാതായിരിക്കുന്നത് ഏതെങ്കിലും നിലവാരത്തിൽ അവർ അതിന്റെ മേൽ നടപടിക്ക് വിധേയമാകുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സ്വാഭാവികതയിൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മദ്യം സ്വകാര്യമായിട്ടെങ്കിലും ഉപയോഗിക്കുന്ന ഒരവസ്ഥ നിലനിൽക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഉള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ ധാർമ്മിക ശക്തിയോ ഒക്കെ ഈ ചെയ്തവർക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് പാർട്ടി തന്നെ, അല്ലെങ്കിൽ ആ ജില്ലയിലെങ്കിലും പാർട്ടി തന്നെ നിലനിർത്തിയിരിക്കുന്ന ഈ മദ്യ ബഹിഷ്കരണ ധാർമ്മിക വിചാരം കപടമാണ്. അത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഈ ബാർ കേസുമായി ബന്ധിപ്പിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞതുമാണ്. അതുകൊണ്ട് അതേ സംബന്ധിച്ച് ഈ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഉണ്ടാവുന്ന
ഒരു മൂല്യച്യുതി, അതിനെതിരെ കോൺഗ്രസിന് സമീപനം കൈക്കൊള്ളുകയോ നടപടി സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ വാക്കുകൾക്ക് ഏതെങ്കിലും നിലവാരത്തിലുള്ള അർത്ഥപുഷ്ടി ഉണ്ടാവുകയുള്ളൂ. നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം ഈ വാർത്തയെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു പക്ഷേ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഇതൊരു പുതിയ സംഭവമായി നമുക്ക് കാണാനാവില്ല. പ്രത്യേകിച്ച് നിലമ്പൂർ വിഷയം, അവിടെ രാധ എന്ന സാധാരണക്കാരിയായ സ്ത്രീ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതൊരു പുനർവിചിന്തനം എന്ന രീതിയിൽ കോൺഗ്രസ് ചിന്തിക്കണം. ഇത്തരം ഓഫീസുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് പോലും സാമൂഹ്യ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന്, സമൂഹത്തിനിടയിൽ നിന്ന് തന്നെ വലിയ ആവശ്യങ്ങൾ ഉയർന്നതാണ്. ഇതിന്റെ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും കോൺഗ്രസ് ഗൗരവത്തോടു കൂടി അല്ല എന്നുകൂടിയല്ല മനസ്സിലാക്കേണ്ടത്. അല്ല, അതിനകത്ത് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന കൈയേറ്റിരിക്കുന്ന സമീപന രീതിയുടെ സവിശേഷതയാണ്. ഒരു പാർട്ടി ഓഫീസിൽ ഒരാൾ വധിക്കപ്പെടുകയും അവരുടെ ശവശരീരം ഒരു ദിവസത്തോളം അവിടെ സൂക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിട്ടും ഗൗരവതരമായ നടപടികൾ അതിനെതിരെ ഉണ്ടാകാതിരിക്കുകയും ആ വധത്തിന്റെ മേലുള്ള അന്വേഷണം ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകാതിരിക്കുകയും ഒക്കെ ചെയ്ത അനുഭവം നമുക്കുണ്ട്. അത് ശരിയാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ഇത്തരം സംഭവങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന് അവർ പറയുന്ന ഉത്തരവാദിത്വം നിറഞ്ഞ പ്രസ്താവങ്ങളോട് തികഞ്ഞ അവജ്ഞയാണുള്ളത്, യോജിപ്പില്ലായ്മയാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, പലപ്പോഴും ഇപ്പോൾ തന്നെ സക്കീർ ഹുസൈനുമായി ബന്ധിപ്പിച്ച് ഒരു വാർത്ത, CPM-മായി ബന്ധിപ്പിച്ചൊരു വാർത്ത വന്നല്ലോ. സക്കീർ ഹുസൈൻ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നു, കളമശ്ശേരി സെക്രട്ടറി. അതേ സംബന്ധിച്ച് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അപേക്ഷ കോടതിയിൽ വന്നപ്പോൾ CPM-ന്റെ ആഭിമുഖ്യത്തിലുള്ള ഭരണം ഒരു നിലവാരത്തിലും അദ്ദേഹത്തെ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല, ഈ ജാമ്യം കൊടുത്തുകൂടാ, 16ഓളം കേസുകളുള്ള ഒരാളാണ്. അങ്ങനെ കൊടുത്താൽ വീണ്ടും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുമെന്നൊക്കെ പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഗൺമാനായിരുന്ന സലീം രാജിന്റെ ഈ ഫോൺ വിവരങ്ങൾ ആവശ്യപ്പെട്ട് കോടതി നിലപാടെടുത്തപ്പോൾ അത് കൊടുക്കാൻ കഴിയില്ല എന്ന നിലയ്ക്ക് കോടതിയിൽ അന്ന് തന്നെ AG സ്വയം വന്നു എന്ന് പറയുകയും ചെയ്തത് നാം കണ്ടതാണ്. കേസ് വരുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസുകാർ പെരുമാറുന്നത്, എങ്ങനെയാണ് ഇടതുപക്ഷം പെരുമാറുന്നത് എന്നതിന്റെ ഒരു സവിശേഷമായൊരു വ്യത്യസ്തതയാണ് ഇത് കാണിക്കുന്നത്. ഒരുപക്ഷെ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് കൊല്ലത്തെ കോൺഗ്രസ് രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നാഥനില്ലാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. അവിടെ കൊടിക്കുന്നിലിനെതിരായ വിഷയങ്ങൾ ആവർത്തിച്ച് നേതാക്കൾ പരസ്പരം പഴിചാരി രംഗത്ത് വരുന്ന സാഹചര്യങ്ങൾ, ഒരുപക്ഷെ കൊല്ലം പൊളിറ്റിക്സ് കൂടി ഇതോട് ബന്ധപ്പെടുത്തി പരിശോധിച്ചാൽ. അല്ല, ഞാനത് പറയുന്നത് കൊല്ലത്തെ DCC പ്രസിഡന്റിനെതിരെ തന്നെ വലിയ ആക്ഷേപങ്ങളാണ്. കൊല്ലത്തെ പാർട്ടി സംഘടന തകർന്നു പോകുന്നതിന് കാരണം DCC പ്രസിഡന്റിന്റെ പ്രവർത്തന ശൈലിയാണ് എന്ന നിലയ്ക്കുള്ള ആക്ഷേപങ്ങളുണ്ട്. അധികാരം കൂടി പോകുമ്പോൾ ആക്ഷേപങ്ങളുടെ അളവ് കൂടും. സൗമ്യ, കോൺഗ്രസ് എക്കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അത്തരമൊരു സാഹചര്യത്തില് ഇതൊക്കെ നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുമെങ്കിലും ഒരു നേതൃത്വ ശക്തി ഉണ്ടല്ലോ പാർട്ടിക്ക്. ആ നേതൃത്വം എന്നത് അവർ ശക്തമായ ധാർമ്മിക ശക്തി ഉയർത്തിപ്പിടിക്കുന്നവരാണെങ്കിൽ ഇതിനൊക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയും. അനവരതം കോൺഗ്രസിന്റെ അകത്ത് കാണുന്ന ഈ അച്ചടക്ക ലംഘനം തുടരുന്നതിന് കാരണം ആ അർത്ഥത്തിൽ അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ പരിശോധിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ നടപടികൾ സ്വീകരിക്കാനോ ഉള്ള നേതൃത്വത്തിന്റെ അഭാവം തന്നെയാണ്. കോൺഗ്രസിന്റെ KPCC നേതൃത്വത്തിന്റെ ഒരു വീഴ്ച തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പോരായ്മയോ അല്ലെങ്കിൽ അവർക്ക് കഴിവില്ലായ്മയോ സംഭവിച്ചിരിക്കുന്നു. അതാണ് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുള്ള ഈ ദൃശ്യങ്ങളുടെ ഒന്നുകിൽ അതിന്റെ വസ്തുത ചോദ്യം ചെയ്യപ്പെടണം, അല്ലെങ്കിൽ അതിന് പൂരകമായ നടപടികൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക എളുപ്പമല്ല.
എന്ന് പറയാനാണ് ഇക്കാര്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചാണ്. ദേശീയ തലത്തിൽ പോലും വലിയ ശക്തമായ വേരുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചാണ്. ഇന്നോ പൊട്ടിമുളച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചല്ല. ഇവിടെ സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പുനഃസംഘടനയുടെ കാര്യങ്ങൾ, താഴെ തട്ടിലേക്ക് തന്നെ നേതൃമാറ്റങ്ങൾ വേണമെന്ന ആവശ്യങ്ങളൊക്കെ തന്നെയും കോൺഗ്രസിനിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ഈ വിധത്തിൽ അഴിച്ചുവിട്ട രീതിയിൽ ഇങ്ങനെ ഒരു ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നതുകൂടി ഗൗരവതരം. പ്രത്യേകിച്ച് അവിടെയാണ് കൂടുതൽ അവിടെ മുതൽ തന്നെ, അതായത് ഇപ്പോൾ നിലവിൽ ദേശീയ തലത്തിൽ പോലും കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്ന പ്രതാപം വീണ്ടെടുക്കാൻ ഏറ്റവും താഴെയുള്ള തട്ടിൽ നിന്ന് പോലും ഉള്ള ഒരു നേതൃത്വം അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു ഘടനാപരമായോ അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടതായോ തരത്തിലുള്ള ഒരു ഇടപെടലൊക്കെ ഉണ്ടാകേണ്ടതിന്റെ ഒരു അനിവാര്യത എന്നൊരു വിഷയം കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നില്ലേ? അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് വലിയ പരാജയമാണ് നേരിട്ടത്. അത്തരമൊരു പരാജയത്തിന്റെ മുന്നിൽ ഒരു സ്വയം നവീകരണത്തിനോ മുദ്രാവാക്യത്തിന്റെ കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടിലേക്കോ കോൺഗ്രസിന് നീങ്ങാൻ കഴിഞ്ഞില്ലല്ലോ. ആരൊക്കെയാണോ അന്ന് കോൺഗ്രസിനെ നയിച്ചിരുന്നത് അവർ തന്നെയാണ് യാതൊരു വ്യത്യാസവുമില്ലാതെ ഇപ്പോഴും കോൺഗ്രസിനെ നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത് വീക്ഷണങ്ങളാണോ അന്ന് കോൺഗ്രസിനെ നയിച്ചിരുന്നത് അതേ വീക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പോഴും നയിക്കുന്നത് എന്നാണല്ലോ അർത്ഥം. അപ്പം കാര്യമായി ഭാവപരമായി യാതൊരു വ്യത്യാസവും കോൺഗ്രസിൽ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിന്റെ ഒരു പരിണിത ഫലം നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസ് അതിന്റെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ നേതൃത്വത്തിൽ മാറ്റം വരുമായിരുന്നു. ഒപ്പം തന്നെ അവരുടെ മുദ്രാവാക്യത്തിൽ ഒരു സംഘപരിവാർ വിരുദ്ധ ശക്തിക്ക് രൂപം കൊള്ളാനും കഴിയുമായിരുന്നു. ഇത് രണ്ടും ഇപ്പോൾ കഴിഞ്ഞിട്ടില്ലല്ലോ. RSSനെയോ അല്ലെങ്കിൽ സംഘപരിവാരത്തിന്റെയോ ഒരു രീതിക്കെതിരെ, അവരുടെ സമീപന രീതിക്കെതിരെ ഉറച്ച നിലപാട് ഇടതുപക്ഷം എടുക്കുമ്പോൾ അതിന് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് സമരപരിപാടികൾ നടത്താനാണ് കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ പോലും കോൺഗ്രസ് പ്രസിഡന്റ് ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ രാഷ്ട്രീയ ശക്തികളുടെ രൂപീകരണം എങ്ങനെ സംഭവിക്കുന്നു കേരളത്തിൽ? എതിനെയാണ് നമ്മൾ ഇപ്പോൾ പ്രതിരോധിക്കേണ്ടത്? ഇത്തരം കാര്യങ്ങളിലൊന്നും മേളിലും വലിയ പിടിപാടൊന്നുമില്ല. ഓരോരുവരും അന്ന് തെരഞ്ഞെടുപ്പിനെ നയിച്ച് സംപൂജ്യരായ പൂജ്യം കിട്ടിയ ആളുകളൊക്കെ തന്നെ ഇപ്പോഴും അവർക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു അലങ്കോലപ്പെട്ട ക്യാമ്പായി കോൺഗ്രസുകാർ അധപ്പതിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷവും. അതിന്റെയൊക്കെ പ്രതിഫലനമായിരിക്കാം ഇത് എന്ന് നമുക്ക് കണക്ക് കൂട്ടാം, നേരിട്ട് തമ്മിൽ ബന്ധപ്പെടുന്നില്ലെങ്കിൽ പോലും. ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഈ വാർത്തയെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് നമുക്ക് പരിശോധിക്കേണ്ട അടിയന്തര കാര്യം. അതിന് ഏതായാലും കാത്തിരുന്ന് നമുക്ക് കാണാം. വളരെ നന്ദി ശ്രീ ഭാസ്കരേന്ദ്രബാബു യവസത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന്. രാജ്കുമാറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രാജ്കുമാർ, ഒരുപക്ഷെ അതുതന്നെയാണ് വിഷയം. അതായത് നിലമ്പൂർ വിഷയം നടന്നിട്ടും ഇത്ര വലിയൊരു കൊലപാതകം പിന്നീട് DCC ഓഫീസിൽ മൃതദേഹം സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടും ഇത്തരം പല ആരോപണങ്ങൾ നിലനിന്നിട്ടും അതിൽ നിന്നും ഒന്നും കോൺഗ്രസ് ഒരു പാഠം പഠിച്ചിട്ടില്ല എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇത്. നെഹ്റുവിന്റെ ഫോട്ടോ മുൻപിൽ വെച്ചുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത് നിന്ന് മദ്യപിക്കുന്നു, ഒരു DCC ഓഫീസിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ ഇത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കൊല്ലത്തെ പ്രശ്നങ്ങൾ, ഇന്നും രാജ്കുമാറിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു കൊല്ലത്തെ വിഷയങ്ങൾ സംബന്ധിച്ച്, പരസ്പര ആരോപണങ്ങൾ സംബന്ധിച്ചൊക്കെ രാജ്കുമാർ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് നമ്മൾ ഈ കഴിഞ്ഞ ബുള്ളറ്റിനുകളിലൊക്കെ കൊടുക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ കൊല്ലത്തെ ഈ ഒരു കുത്തഴിഞ്ഞ ഈ ഒരു സംവിധാനത്തിന്റെ പ്രശ്നമായി മാത്രം ഇതിനെ കാണാൻ സാധിക്കുമോ രാജ്കുമാർ? നാഥനില്ല കളരി എന്ന ഒരു പദപ്രയോഗമുണ്ട് നമ്മുടെ നാട്ടിൽ. ആ നാടൻ പ്രയോഗം അന്വർത്ഥമാകുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ DCC നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ തന്നെ അതിന് ഏറ്റവും വലിയ തെളിവാണ്. ആ ചിത്രങ്ങൾ തന്നെയാണ് ആ വാർത്ത നമുക്ക് നൽകുകയും ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിലൊരു വ്യക്തിയുടെ അവകാശത്തെ അല്ലെങ്കിൽ മദ്യപിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് അതിൽ മദ്യപിക്കുന്നവർക്ക് എവിടെ വേണമെങ്കിലും മദ്യപിക്കാം, അത് പ്രശ്നമില്ല. പക്ഷേ ഒരു കോൺഗ്രസിന്റെ ധാർമ്മികമായി വലിയ മൂല്യങ്ങളുമൊക്കെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു കോൺഗ്രസ് പാർട്ടി അതിന്റെ ജില്ലയുടെ ആസ്ഥാന ഓഫീസ്, ആ ഓഫീസിനുള്ളിലെ കോൺഫറൻസ് ഹാളില്, അതും സൗമ്യ സൂചിപ്പിച്ചതുപോലെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, അതുപോലെ മുൻ മുഖ്യമന്ത്രി R. ശങ്കർ എന്നിവരുടെ ചിത്രങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എല്ലാത്തിനും ഈ കാലം സാക്ഷി, ചരിത്രം സാക്ഷി എന്ന് പറയുന്നത് പോലെ ഇതും ഒരു സാക്ഷിയായി ഇവരുടെ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ മുന്നിൽ വെച്ച് അവരെ കൂടി സാക്ഷി നിർത്തിയാണ് ഈ മദ്യപാനം. ചോദിക്കാൻ ആരുമില്ല. അല്ലെങ്കിൽ ജില്ലയിലെ കോൺഗ്രസിന്റെ
ഏറ്റവും വലിയ ദയനീയമായ അവസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. എഴുകോൺ സതീശൻ എന്ന എ ഗ്രൂപ്പ് നേതാവ്, അദ്ദേഹം ഈ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ വി എം സുധീരന്റെ പക്ഷത്താണ്. എന്നാൽ ആ ഒരു പക്ഷം വെച്ചിട്ടുള്ള എതിർക്കുക എന്നുള്ളതല്ല എഴുകോൺ സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം നേതാവ് നിലയിൽ അദ്ദേഹം പറഞ്ഞത്, ജില്ലയിൽ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അടിത്തറ ശക്തിപ്പെടുത്തുന്നതിന് കൊടിക്കുന്നിൽ സുരേഷിന് കഴിയത്തില്ല, ആവാനും പോകുന്നില്ല എന്നാണ് അദ്ദേഹം ഇന്ന് അടിവരയിട്ട് ഇന്ന് പീപ്പിൾ ടിവിയോട് തന്നെ എഴുകോൺ സതീശൻ തുറന്നു പറഞ്ഞത്. കാരണം ഇവിടെ എന്തെങ്കിലും പരിപാടികൾ തട്ടിക്കൂട്ടി അത് നാട്ടുകാരുടെ മുന്നിൽ ഒരു ഷോ കാണിക്കുന്നതല്ലാതെ കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ, മൂല്യങ്ങൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രഖ്യാപിത പരിപാടികൾ, അത്തരം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള സമര പരിപാടികളല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നൈമിഷികമായ ഇത്തരം സമരങ്ങൾ മുഴുവനും പാർട്ടിയെ കൂടുതൽ ദുർബലപ്പെടുത്താൻ മാത്രമേ ഇടവെക്കൂ എന്നുള്ളതാണ് എഴുകോൺ സതീശൻ ചൂണ്ടിക്കാട്ടിയത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും DCC ഓഫീസുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതൃത്വം കൂടി അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പീപ്പിൾ TV ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. മദ്യപിക്കുക എന്നത് ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ് എങ്കിലും അങ്ങനെ ഒരു പരസ്യ മദ്യപാനത്തിന് കൊല്ലം DCC ഓഫീസ് തെരഞ്ഞെടുത്തു എന്ന് തന്നെയാണ് ഗൗരവതരമായ വിഷയം. പ്രത്യേകിച്ച് സാധാരണക്കാർ ചെല്ലുന്നതാണ്. നിലമ്പൂർ വിഷയത്തിന് ശേഷം DCC ഓഫീസുകൾ, കോൺഗ്രസ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലും ഇത്തരം സന്ദർഭങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ ഫോട്ടോയ്ക്ക് തൊട്ടു മുന്നിൽ നിന്നാണ് ഇങ്ങനൊരു മദ്യപാനം.